ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കരട് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. സമഗ്രമായ ബിൽ ഈ സമ്മേളന കാലയളവിൽ തന്നെ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണല്ലോ ഈ കരട് ബില്ലിനാണെങ്കിലും കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയുമായി പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കുന്നതാണല്ലോ. വലിയ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകും. ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കുക എന്ന് വെച്ചാൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിലൊന്നായിട്ട് ഈ കാര്യം മാറുകയല്ലേ ചെയ്യുക? എന്താണ് കരട് ബില്ലിലുള്ളത്? കരട് ബില്ലിൽ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്താണെന്നുള്ളത് നിർദ്ദേശങ്ങൾ പുറത്തു വന്നിട്ടില്ല. നേരത്തെ രാംനാഥ് ഗോയങ്ക എന്ന ഏകാംഗ കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് കമ്മിറ്റി ആണ് ഇത് സംബന്ധിച്ച കരട് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത്. അതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശം എന്നാൽ ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്തുക. അത് നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് വരെയുള്ള തെരഞ്ഞെടുപ്പ് ഒറ്റ തരത്തിൽ നടത്തണമെന്നാണ് ബില്ലിന്റെ ഉള്ളത് എന്നാണ് നമുക്ക് പറയാൻ ലഭിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച പൂർണ്ണ രൂപം ബില്ല് പുറത്തിറക്കിയാൽ മാത്രമേ അറിയുള്ളൂ. നമുക്കറിയാം സനീഷ്, കേന്ദ്ര സർക്കാരിന്റെ ബില്ലുകൾ ഇപ്പോൾ പാർലമെന്റിൽ എംപിമാർക്ക് പോലും ലഭിക്കുന്നത് അവതരണത്തിന്റെ തൊട്ടു മുമ്പാണ്. ഇന്നലെയും അത് തന്നെയാണ് സംഭവിച്ചത്. ദുരന്ത നിവാരണ ബിൽ സംബന്ധിച്ച പൂർണ്ണ രൂപം ലഭിച്ചത് ബില്ല് അമിത്ഷാ അവതരിപ്പിച്ച ശേഷം മാത്രമാണ് എംപിമാർക്ക് അടക്കം ലഭിച്ചത്. അതുപോലെ തന്നെ ഈ ബില്ലും കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ ഈ കരട് ബില്ലും അതിന്റെ പൂർണ്ണ രൂപം നമുക്കറിയണമെങ്കിൽ അത് അവിടെ അവതരിപ്പിക്കപ്പെടണം സഭയിൽ. ഏതായാലും ഇത് സംബന്ധിച്ചോളം 2029 ഒറ്റ തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ വ്യക്തമാക്കിയുള്ളതാണ്. അതിലുപരി ഇതൊരു ചർച്ചാ വിഷയമാക്കുക എന്നതാണ് BJPയുടെ പ്രധാന ലക്ഷ്യം. പാർലമെന്റിൽ അവതരിപ്പിച്ച ശേഷം അതിന് JPCക്ക് വിടുക എന്നൊരു തന്ത്രമാണ് ഇപ്പോൾ BJP നേതൃത്വം ആലോചിക്കുന്നത്. ഏതായാലും ഈ ബില്ല് JPCക്ക് വിടും എന്ന് തന്നെയാണ് പാർലമെന്റ് കാര്യ മന്ത്രാലയങ്ങൾ ഇപ്പോൾ നമ്മളോട് സൂചിപ്പിക്കുന്നത്. സനീഷ്, സമഗ്രമായ ബില്ല് ഈ സമ്മേളന കാലയളവിൽ തന്നെ പാർലമെന്റിൽ അവതരിപ്പിക്കും എന്നാണ് അറിയുന്നത്. അവതരിപ്പിക്കാനാണ് സാധ്യത. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സുപ്രധാനമായ വിഷയം കുറേ കാലമായിട്ട് നമ്മുടെ നാട്ടിൽ ചർച്ചയാണ്. പക്ഷേ അതിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ളതിലധികം സാങ്കേതിക പ്രയാസങ്ങളും മറ്റും ഉണ്ടാകും. എല്ലാ ഇടത്തെ തെരഞ്ഞെടുപ്പുകളും ഒന്നിച്ചാക്കുക എന്നത് ബുദ്ധിമുട്ടാണ് എന്ന തരത്തിലുള്ള ചർച്ചകളും ഒരു ഭാഗത്തുണ്ട്. പക്ഷേ അപ്പോഴും ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുക എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. എന്തായാലും കരട് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്ന വിശദാംശങ്ങളാണ് ശരത് ലാൽ നൽകിയത്.